നമ്മളെല്ലാവരും മനുഷ്യരായിട്ട് ഇവിടെ ജീവിക്കുകയാണ് ഈ ഭൂമിയിൽ. ഈ മണ്ണിൽ നിന്ന് തന്നെ ജനിച്ചു, ഈ മണ്ണിലേക്ക് തന്നെ അടക്കപ്പെടേണ്ടവരാണ്. അപ്പോൾ എന്നെങ്കിലും നിങ്ങളുടെയൊക്കെ ഈ തുച്ഛമായ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അനീതി നേരിട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും മറ്റൊരാൾ കാരണമായിട്ട് ഈ ലോകത്ത് ഓരോ വ്യക്തികളും സ്വന്തം ജീവിതത്തിൽ അനീതി നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇതിന് ഭഗവത്ഗീതയിൽ നിന്ന് കൃഷ്ണൻ പറയുന്ന ഒരു പ്രധാന വാക്ക് ഇതിന് കാരണമാണ്. അതായത് കർമ്മത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ, അല്ലെങ്കിൽ കാരുണ്യവും മനസാക്ഷിയൊക്കെ ഉള്ള ആളുകൾ, അവർ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് വന്നിട്ട് ഈ കർമ്മരംഗം ഉപേക്ഷിച്ചുകൊണ്ട് സന്യാസം എന്ന് പറഞ്ഞും അതുപോലെ തന്നെ ദൈവത്തിലേക്ക് ഉള്ള യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സ്വന്തം ജീവിതത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മറ്റൊരു ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ട് ഈ നല്ല ബോധമുള്ള ആളുകൾ, അല്ലെങ്കിൽ നന്മ ചിന്തിക്കുന്ന ആളുകളെല്ലാം കർമ്മരംഗം ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് യാതൊരു യോഗ്യതയും ഇല്ലാത്ത ആളുകൾ പല സ്ഥാനങ്ങളിലേക്ക് കയറി പറ്റും. അത് കാരണമായിട്ട് ഇവിടെ അധർമ്മമുണ്ടാകും. അല്ലെങ്കിൽ കർമ്മത്തെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾ കാരണമായിട്ട് ഓരോരുത്തർക്കും അനീതി അനുഭവിക്കേണ്ടതായിട്ട് വരും. ഈ അടുത്ത ഉദാഹരണം എന്ന് പറയുമ്പോഴത്തേന് ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആ കുട്ടികളെ മൃഗീയമായിട്ട് ഉപദ്രവിച്ച പോലീസുകാർ, അവരൊക്കെ കർമ്മജ്ഞാനമുള്ളവരല്ല, അല്ലെങ്കിൽ അവർക്ക് ആർക്കും ദയയോ മനസാക്ഷിയോ കാരുണ്യമോ ഒന്നുമുള്ള ആളുകളല്ല. അങ്ങനെയുള്ള ആളുകൾ ഈ ലോകത്തുണ്ടാവും. അപ്പോൾ ദയയും മനസാക്ഷിയും ഒന്നുമില്ലാത്ത ഇത്തരത്തിലുള്ള ആളുകൾ, ദൈവവിചാരമോ ചിന്തയോ ഒന്നുമില്ലാത്ത ആളുകൾ ഓരോ കർമ്മമേഖലയിൽ ഇരുന്നു കൊണ്ട് അവിടെ അധർമ്മം ഉണ്ടാക്കും. അത് കാരണമായിട്ട് പല ആളുകൾക്കും നീതി നിഷേധിക്കപ്പെടും, നീതി ലഭ്യമാകത്തില്ല. അതായത് ഇത്തരത്തിലുള്ള ആളുകളുടെ കയ്യിൽ അധികാരം പോയാൽ ഇവിടെ അധർമ്മം വ്യാപിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ കാരണമായിട്ട് ഈ ലോകത്ത് അധർമ്മം ഉണ്ടാകും. ദയയും മനസാക്ഷിയൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട് ഈ ലോകത്ത്. അവരൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മീയതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം, ഇവിടെ ദയയും മനസാക്ഷിയും ഒന്നുമില്ലാത്ത ആളുകൾ അധികാരത്തിൻ്റെ പല കോണുകളിൽ കയറിയിരുന്നു കൊണ്ട് മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാക്കും. അങ്ങനെ ദ്രോഹമുണ്ടാക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെന്ത് വേണം? നിങ്ങൾ ആത്മീയ രീതിയിൽ സഞ്ചരിക്കുന്ന ഒരാളാണെങ്കിൽ ആ ആത്മീയ പാതയിലേക്ക് നിങ്ങൾ പോകാൻ നിങ്ങൾ ഒരിക്കലും കർമ്മത്തെ ഉപേക്ഷിക്കാൻ പാടില്ല, കർമ്മരംഗത്തെ ഉപേക്ഷിക്കാൻ പാടില്ല. നിങ്ങൾ കർമ്മം ചെയ്യുകയും വേണം. അത്തരത്തിൽ നിങ്ങൾ ഒരു കർമ്മയോഗിയായി മാറിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത്. എങ്ങനെ ഒരു കർമ്മയോഗിയാവാമെന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഏതാണോ അതിൽ നിന്ന് യാതൊരു ഫലവും ഇച്ഛിക്കാതെ കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. കർമ്മങ്ങളിൽ നിന്ന് ഫലം ആഗ്രഹിക്കാതെ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്താണ് നേട്ടം? അതായത് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ആഗ്രഹങ്ങളുമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ടതല്ലേ? അതെ, സത്യം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ നോക്കണം. ഒരാളൊരു ഹോട്ടൽ തുടങ്ങിയിട്ട് വൈകുന്നേരം അയാൾക്ക് കിട്ടുന്ന ലാഭത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ ഹോട്ടലിൽ നേരായിട്ടുള്ള നടത്തിപ്പിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ അയാൾക്ക് വലിയ സമയം കിട്ടത്തില്ല. എന്നാൽ അയാൾ ചെയ്യുന്ന ആ ഒരു കർമ്മത്തെ കൃത്യമായിട്ട് ചെയ്യുമെന്ന് തീരുമാനിച്ചുകൊണ്ട് കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഫലം ആഗ്രഹിക്കുക ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കർമ്മത്തിന് ഫലമുണ്ടാകും. അദ്ദേഹത്തിന് കൂടുതലായിട്ട് അവിടുത്തെ ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും അത് പ്രകാരം അത് കൂടുതൽ ആളുകളിലേക്ക് എത്താനും അത് കാരണമാകും. സ്വാഭാവികമായിട്ട് ലാഭമുണ്ടാകും. അപ്പോൾ ലാഭത്തിന് വേണ്ടിയല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ. മറ്റൊന്ന്, അത്തരത്തിലൊരാൾ കർമ്മയോഗിയായി മാറുമ്പോൾ അയാൾ ഈ ലോകത്തുള്ള യാതൊരു കാര്യങ്ങളിലേക്കും വീണു പോകത്തില്ല. അദ്ദേഹം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും, യാതൊന്നും ആഗ്രഹിക്കാതെ. ഈ പോലീസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ സർക്കാരിൻ്റെ വിവിധ തസ്തികകളിലിരിക്കുന്ന ആളുകളും ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകണമെങ്കിൽ അവർ ഒരല്പം മനുഷ്യത്വവും മനസാക്ഷിയൊക്കെ ഉള്ള ആളുകളായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ താൻ ജനങ്ങളെ സേവിക്കലാണ് തൻ്റെ ഡ്യൂട്ടി എന്ന് മനസ്സിലാകുകയുള്ളൂ. ഈ ജനങ്ങളുടെ പൈസ വീട്ടിൽ കൊണ്ടുപോയി എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും ആഹാരം കൊടുക്കണമെന്നാണ് ചിന്തിക്കുന്നത് എങ്കിൽ അവരിൽ നിന്ന് യാതൊരു മനസാക്ഷിയോ ദയയോ ഒന്നും ഉണ്ടാകത്തില്ല. ഈ സമൂഹത്തിന് യാതൊരു നന്മയും ഉണ്ടാകത്തില്ല എന്ന് മാത്രമല്ല, സമൂഹത്തിന് അവരെ കൊണ്ട് ദോഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മൾ ഈ പറയുമ്പം സമൂഹത്തിന് അവരെ കൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ടുള്ള ദോഷം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തൂപ്പുകാരൻ തൊട്ട് ഒരു സർക്കാർ ജീവനക്കാരനായിട്ടുള്ള ഒരു തൂപ്പുകാരൻ, അയാൾ കൃത്യമായിട്ട് അയാളുടെ ജോലി ചെയ്യുകയാണ്. ശമ്പളം തീർച്ചയായിട്ടും കിട്ടണം, അത് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ ശമ്പളത്തിൽ മാത്രം പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ കൈക്കൂലിയിൽ മാത്രം പ്രതീക്ഷിക്കാതെ അയാളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുകയാണ് എങ്കിൽ അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളവർക്കും കൂടെ ഗുണമുണ്ടാകുമോ ദോഷം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഗുണമായിരിക്കും ഉണ്ടാകുന്നത്. അയാൾക്കും ഗുണം തന്നെയായിരിക്കും ഉണ്ടാകുന്നത്.
ഇനി അയാൾ ആ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? സർക്കാരിൽ നിന്നുള്ള പൈസ വാങ്ങാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, ഏതെങ്കിലും തൊഴിലുറപ്പുകാർ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ? അവർ ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല. ചിലരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അവർ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും സർക്കാരിൻ്റെ ക്യാഷ് എങ്ങനെ കൈക്കലാക്കണം എന്ന് ചിന്തിക്കുന്നവരല്ലാതെ സത്യസന്ധമായിട്ട് ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ചിന്തിച്ച് ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? കുറവാണ്. എന്തുകൊണ്ടാണ്? അങ്ങനെ മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആളുകളൊന്നും രാഷ്ട്രീയത്തിലുമില്ല. ഈ പറഞ്ഞിട്ടുള്ള ഒരു മേഖലകളിലും അങ്ങനെ ഒരുപാടൊന്നും കാണാനില്ല. ഉണ്ട്, ഇല്ല എന്നല്ല. ഇത്തരത്തിലുള്ള ആളുകൾ കർമ്മരംഗത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഒരു മനുഷ്യൻ കർമ്മയോഗിയായി മാറണം. അവർ സന്യസിക്കാൻ പോയിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ആൾക്കാർ സന്യസിക്കാൻ, ഇവരൊക്കെ കുടുംബത്തെയും കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ബുദ്ധനെ പോലെ മോക്ഷത്തിന് വേണ്ടി ഒന്നും പോകാൻ പാടില്ല. അവർ ഇതിനെക്കുറിച്ചൊക്കെ അറിവുള്ള ആളുകൾ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ധർമ്മം എന്തെന്ന് അറിയുന്ന ആളുകൾ ഒരിക്കലും സന്യസിക്കാൻ പോകരുത് എന്ന് തന്നെയാണ് പറയുന്നത്. അവർ ഒരു സന്യാസിയെപ്പോലെ തന്നെ ജീവിച്ചുകൊണ്ട് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലേക്കും കൈകടത്തിക്കൊണ്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന നന്മകൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനാണ് പറയുന്നത്. തിരിച്ച് ജനങ്ങൾ എന്ത് നിങ്ങൾക്ക് തരും? ചിലപ്പോൾ പരാജയമായിരിക്കും, ചിലപ്പം ഒരു പക്ഷേ നിങ്ങൾ കേൾക്കേണ്ടി വരുന്ന ആക്ഷേപങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ സത്യത്തെ മാത്രം മനസ്സിൽ ഉറച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഇതിലൂടെ നിങ്ങൾ യാതൊന്നും തിരിച്ച് ആഗ്രഹിക്കാതെ ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് കുറ്റം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അത് നിങ്ങൾക്ക് പ്രശ്നമായിരിക്കത്തേയില്ല. സത്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളതിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ നമുക്കതിൽ നിന്ന് എന്തെങ്കിലും വേദന ഉണ്ടാവും? ഒരിക്കലുമില്ല. നിങ്ങൾ നിങ്ങളെ മാത്രം ബോധിപ്പിക്കുക. നിങ്ങൾ നിങ്ങളോട് മാത്രം കാര്യങ്ങൾ പറയുക. അപ്പോൾ നിങ്ങളോട് തന്നെ, നിങ്ങളെ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടാളിയായി കണ്ടുകൊണ്ട് ഈ ഒരു ജീവിതത്തെ ഒരു മഹാഭാരത യുദ്ധക്കളം പോലെ കാണാൻ സാധിക്കുകയാണെങ്കിൽ ഇവിടെ കൃഷ്ണനും നിങ്ങൾ തന്നെയായിരിക്കും, അർജുനനും നിങ്ങൾ തന്നെയായിരിക്കും. അവർ ചെയ്ത ധർമ്മങ്ങളെ അധർമ്മമെന്ന് ഇന്നും പറയുന്ന ആളുകളുണ്ട്. അത് ധർമ്മമെന്നും പറയുന്നുണ്ട്, അധർമ്മമെന്നും പറയുന്നുണ്ട്. എന്ത് തന്നെ പറഞ്ഞാലും അവർക്കത് വലിയ പ്രശ്നങ്ങളാണോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ്? അവരിതിൽ നിന്ന് യാതൊന്നും ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവർ എന്ത് പറയുന്നോ ഒന്നും ചെയ്യുന്നില്ല. ഈ കിട്ടിയിട്ടുള്ള തുച്ഛമായ ജീവിതത്തെ എങ്ങനെ നല്ലൊരു ജീവിതമാക്കി തീർക്കാമെന്നാണ് അവർ ചിന്തിച്ചത്. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഈ മണ്ണിൽ നിന്ന് ജനിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ച് ഈ ഭൂമിയിൽ തന്നെ തിരിച്ച് ലയിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ എവിടെയായിരുന്നു? നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളും നമ്മുടെ ശരീരവും എല്ലാം ഈ പ്രപഞ്ചത്തിൽ തന്നെയുള്ള വസ്തുക്കളിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ പ്രപഞ്ചത്തിന് പുറത്തു നിന്ന് യാതൊന്നും തന്നെ നമ്മുടെ ആറ് ശരീരങ്ങളിലില്ല. അതുപോലെ തന്നെ ആ ഒരു ശരീരമാകുന്ന ഈ ഒരു ചട്ടക്കൂടിനകത്ത് നമ്മുടെ ആത്മാവ് വസിക്കുകയാണ്. ഈ ആത്മാവിനെ ദുഷ്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പിന്നീട് വീണ്ടും ഒരു ജന്മത്തിനുള്ള കാരണമായി മാറും. നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ധാരാളം സമ്പത്തുണ്ടെങ്കിൽ നമ്മളെ കുടുംബക്കാരെല്ലാം സന്തോഷത്തിൽ ജീവിക്കുമെന്ന്? ഒരിക്കലും സന്തോഷത്തിൽ ജീവിക്കത്തില്ല. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നിങ്ങൾ മക്കൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നിങ്ങളെ മക്കൾ അനുഭവിക്കേണ്ടി വരുന്നത്? അവർ യാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ അവർ അനുഭവിക്കേണ്ടി വരും? ആ കർമ്മങ്ങളുടെ ഫലം നിങ്ങളെ മക്കൾ അനുഭവിക്കേണ്ടി വരുന്നത് അവർ ചെയ്തോ അല്ലെങ്കിൽ ചെയ്തില്ലയോ എന്നത് ആസ്പദമാക്കിയല്ല, നിങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ അനാവശ്യമായിട്ട് ഉണ്ടാക്കുന്ന പണം, മറ്റുള്ളവരുടെ വേദനയിൽ നിന്ന് സമ്പാദിക്കുന്ന പണത്തെ കൊണ്ട് തൻ്റെ മക്കൾക്ക് ആഹാരം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിനകത്തുള്ള ഓരോ കോശങ്ങളും ഒരു നിശ്ചിതമായ അളവിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോശങ്ങൾക്ക് അമിതമായിട്ട് വളർച്ച ഉണ്ടാകുകയാണെങ്കിൽ അതിന് പേര് ക്യാൻസർ എന്നാണ്. അന്യായമായി കിട്ടുന്ന ക്യാഷ് അമിതമായ കോശവളർച്ച ഉണ്ടാക്കിയാൽ അതിൻ്റെ പേര് ക്യാൻസർ എന്നാണ്. നിങ്ങൾ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ പ്രതീക്ഷയായ ഒരു വ്യക്തി, നിങ്ങളുടെ എല്ലാമായ ഒരു വ്യക്തി ഈ ലോകത്ത് ഒരുപാട് വേദന അനുഭവിക്കുന്നതിനേക്കാൾ വലിയ വേദന നിങ്ങൾക്ക് എന്താണ് വരാനുള്ളത്? അതിനേക്കാൾ വലിയ വേദന ആർക്കെങ്കിലും വരാനുണ്ടോ? ഒരിക്കലും വരത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നെ ഇങ്ങനെ വീഡിയോയിലൂടെ ഒന്നും ആരും കണ്ടു കാണത്തില്ല. പക്ഷേ ഇത് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ഞാനും എല്ലാവരെയും പോലെ മൗനം പാലിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ട്, ആരും ആരെയും ഉപദേശിക്കാനൊന്നും പോവില്ല. ഉപദേശിക്കലല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഉപദേശിക്കലല്ല. ഇപ്പം ഞാനിപ്പോൾ ഈ ചാനലിലൂടെ ഇരുന്നിങ്ങനെ ഉപദേശിച്ചെന്നും പറയുന്ന ഒരുപാട് ആൾക്കാരൊന്നും ഇത് കാണാൻ പോകുന്നില്ല. എന്നാൽ കാലം ചിലരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, അവരിത് കാണുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. ഒരുപാട് പേർക്ക് ഒരുപാട് കുറവുകളുണ്ട് ഈ ലോകത്ത്. എല്ലാ മനുഷ്യരും എല്ലാം തികഞ്ഞവരൊന്നുമല്ല. അപ്പോൾ എല്ലാ തരത്തിലുള്ള കുറവുകളും അത് ജീവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കുറവുകളുണ്ട്, എനിക്കുമുണ്ട്. സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെതായിട്ടുള്ള എല്ലാ കുറവുകളും എല്ലാ വ്യക്തികൾക്കുമുണ്ട്. പ്രവാചകനായിട്ട് മുഹമ്മദ് നബിയെ തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറവായിട്ട് അദ്ദേഹത്തെ ചുറ്റും നിന്നവർ കണ്ടത് അദ്ദേഹം ഒരു അനാഥനായ ഒരാളായിരുന്നു എന്നതാണ്. അനാഥനായ ഒരാളെ എപ്രകാരമാണ് ഒരു പ്രവാചകനാക്കുന്നത് എന്നാണ് അവർ ചോദിച്ചത്. അതിന് യോഗ്യതയുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ എന്നാണ് അവർ ചോദിച്ചത്. പ്രവാചകനായിട്ടുള്ള ഈസ
അല്ലെങ്കിൽ കർത്താവായ യേശു, അദ്ദേഹത്തെ ജൂതന്മാർ അംഗീകരിക്കാത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ. അദ്ദേഹം ഒരു ദരിദ്രനായിരുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന എൻ്റെ തൊഴിൽ ആക്രി കച്ചവടമാണ്. സമൂഹത്തിൽ എല്ലായ്പ്പോഴും ഏറ്റവും പിന്നോക്കം നിന്ന ആളുകളിലേക്ക് അറിവിൻ്റെ ഒരു വാതിൽ തുറക്കുന്നത് ആരാണ്? അതിനർത്ഥം മറ്റുള്ളവരിലേക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കുന്നവരുടെ യോഗ്യതയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരാണ്? ഒരു വ്യക്തിയെ പണമുള്ളവനാക്കിയതും മറ്റൊരു വ്യക്തിയെ പണമില്ലാത്തവനാക്കിയതും ആരാണ്? ഒരുപാട് സമ്പത്തുള്ളൊരു വ്യക്തി, ഒരുപാട് കൈക്കൂലി വാങ്ങിച്ചും അല്ലാതെ ഇഷ്ടംപോലെ പണം ഉണ്ടാക്കിയ ഒരു ഉദ്യോഗസ്ഥൻ, അയാൾക്ക് ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ എത്ര സമ്പത്തുണ്ടായിട്ട് എന്താണ് കാര്യം? എനിക്കറിയാം ഒരു സമ്പന്നനായ ഒരു മനുഷ്യനെക്കുറിച്ച്. അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തുണ്ടാക്കി. ഏകദേശം എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ 100-140 കോടി രൂപയുടെ സമ്പത്തുണ്ട്. ഞാനുമായിട്ട് വളരെ അടുത്തൊരു സുഹൃത്താണ് എൻ്റെ. പക്ഷേ അയാളുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും എപ്പോഴും എന്നോട് പറയാറുള്ളൊരു പരാതി, എൻ്റെ ജീവിതത്തിൻ്റെ നല്ല സമയങ്ങളെല്ലാം ഞാൻ ഒരു കഴുതയെപ്പോലെ പണിയെടുത്ത് നശിപ്പിച്ചു. ഞാൻ ഇന്ന് ഒരുപാട് സമ്പന്നനാണ്, പക്ഷേ എനിക്ക് സമാധാനമില്ല. എൻ്റെ മക്കളോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരോ ആരും എൻ്റെ വാക്കുകൾ കേൾക്കാറുമില്ല. നമ്മുടെ സമ്പാദ്യത്തിൻ്റെ കൂടെ അന്ന് പ്രതീക്ഷകളെയും കൂട്ടിച്ചേർത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ദുഃഖം പിൽക്കാലത്തുണ്ടായത്. ഇപ്രകാരം എത്ര ആളുകൾ തൻ്റെ ജീവിതത്തിൻ്റെ നല്ല സമയങ്ങളെല്ലാം വിദേശത്ത് കിടന്ന് കളഞ്ഞിട്ട് നാട്ടിൽ കയറി വരുമ്പോൾ യാതൊന്നുമില്ലാതെയായിട്ട് തെരുവിലാകപ്പെട്ടു പോയി. അങ്ങനെ എത്ര ആളുകളാണ് തെരുവിലായിപ്പോയത്? അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റാരും അറിയില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എങ്കിൽ, നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം ആരും അറിയത്തില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ അത് തെറ്റാണ്. എല്ലാവർക്കും അറിയാൻ സാധിക്കും. ഇനി വേറൊരു കാര്യം പറയാം. പലപ്പോഴും പോലീസുകാർക്ക് ഏറ്റവും കൂടുതൽ പേടിയുണ്ടാക്കുന്ന ഒരു സാധനം എന്താണ്? ക്യാമറയാണ്. അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു യുഗത്തിൽ ഈ ഉദ്യോഗസ്ഥർക്കെല്ലാം, അധർമ്മികൾക്കെല്ലാം ഏറ്റവും കൂടുതൽ പേടിയുള്ളൊരു സാധനം ക്യാമറയാണ്. ഈ അധർമ്മികൾ എന്തിനാണ് ക്യാമറയെ ഭയക്കുന്നത്? നിങ്ങൾ ചെയ്യുന്ന കാര്യം നല്ലതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ക്യാമറയെ ഭയക്കത്തില്ല, ക്യാമറയെ സ്വാഗതം ചെയ്യത്തേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് പ്രചോദനമാകുമെങ്കിൽ നിങ്ങൾ ക്യാമറയെ ഭയക്കേണ്ട യാതൊരു ആവശ്യകതയും ഉണ്ടാകുന്നില്ല. എന്തിനാണ് പോലീസുകാരെ ക്യാമറയെ ഭയക്കുന്നത്? നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇടുന്നുകൊണ്ട് നിങ്ങളെ കൊണ്ട് ആ ക്യാമറയെ തടയിക്കുന്നതാണ്. എന്നാൽ ക്യാമറ ഇല്ലാത്ത അവസരങ്ങളിൽ നിങ്ങൾ കാണിക്കുന്നത് ആരും അറിഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഈ കാലം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളൊക്കെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് മനുഷ്യർ. നാളെ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ തന്നെ പൂർവികരുടെ ജീവിതം ഇതുപോലെ ഒരു സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് സയൻസ് പറയുന്നതാണ്. അതായത് ഇവിടെ മുൻകഴിഞ്ഞു പോയ ഓരോ വ്യക്തികളുടെ ജീവിതവും ഇവിടെ റെക്കോർഡാണ്. അതായത് ഈ ഇടയ്ക്ക് നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഇവിടെ നിന്ന് ഈ പ്രപഞ്ചം ഉത്ഭവിക്കുന്ന ഒരു ചിത്രത്തെ പകർത്താൻ സാധിച്ചുവെന്ന്. അത് എപ്രകാരമാണ് സാധിച്ചത്? ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു ചിത്രം എങ്ങനെയാണ് എടുക്കാൻ സാധിച്ചത്? ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവിടെ റെക്കോർഡ് ചെയ്യാതെ പോയിട്ടില്ല എന്നുള്ള സത്യത്തെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സൂര്യൻ ഏകദേശം 8 മിനിറ്റ് മുമ്പുള്ളതാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അല്പം കൂടെ പിന്നോട്ട് ഞാൻ ദൂരത്തിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ മുമ്പുള്ള സൂര്യൻ എനിക്ക് കാണാൻ സാധിക്കും. അപ്രകാരം കൂടുതൽ ദൂരങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു തലമുറകൾ നോക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടിയ മൊത്ത അധർമ്മങ്ങളും ഈ ലോകം കാണും. ഈ ലോകത്ത് നിങ്ങൾ ജീവിച്ചു മരിച്ച ഇത്ര കാലഘട്ടത്തിന് ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾ എന്ത് നന്മയാണ് ഈ ലോകത്തിന് വേണ്ടി ചെയ്തത് എന്ന് വരും തലമുറ നോക്കി മനസ്സിലാക്കും. ആരും കാണില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒളിച്ചു വെച്ചതെല്ലാം എല്ലാവരും കണ്ടു കഴിയും. പക്ഷെ അന്ന് നിങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നുള്ളത്, അന്ന് നിങ്ങൾ ഉണ്ടായിരിക്കത്തില്ല എന്ന് ഉള്ളത് ഒരു പക്ഷേ വാസ്തവമായിരിക്കും. പക്ഷേ ഒരു പക്ഷേ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പുനർജനിപ്പിച്ചുവെങ്കിൽ പിൽക്കാലത്ത് ആക്ഷേപകരമായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾ ജീവിക്കേണ്ടതായിട്ട് വരും, നിന്ദിക്കപ്പെട്ടവനായിട്ട്. നമ്മൾ മനുഷ്യരെല്ലാം ഇൻ്റലിജൻ്റാണ്. അതിനേക്കാൾ ഒരുപാട് മേഖലകളിൽ കഴിവുള്ളവരുണ്ട്. മരിച്ചവരെ പോലും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് മനുഷ്യർ. മനുഷ്യർക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിലും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മനുഷ്യനെ ഉണ്ടാക്കിയത് ആരാണോ അയാൾ ഹൈലി ഇൻ്റലിജൻ്റ് തന്നെയായിരിക്കും. അയാൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ കർമ്മരംഗത്ത് ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ധർമ്മജ്ഞാനം എന്താണെന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ധർമ്മം, എങ്ങനെ നീതി നടപ്പിലാക്കാമെന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ചെറിയൊരു ജോലി തൊട്ട് വലിയ ജോലി വരെ. എനിക്കറിയാവുന്നൊരു കാര്യം എന്താണെന്ന് പറയട്ടെ. എനിക്കറിയാം, നല്ലപോലെ ആക്രി വറക്കാനറിയാം. എൻ്റെ ജോലിയിൽ എൻ്റെ കസ്റ്റമേഴ്സിന് തൃപ്തികരമായ രീതിയിൽ അവരിൽ നിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്ത് പൈസ കൊടുക്കാൻ എനിക്കറിയാം. അപ്രകാരം
നിങ്ങൾക്കും നിങ്ങളുടെ മേഖല എന്തു തന്നെയായാലും ആ മേഖലയിൽ നെറിയോടുകൂടി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതായിരിക്കും. നിങ്ങൾക്കറിയാലോ, ഏറ്റവും കൂടുതൽ ആളുകൾ കള്ളനെന്ന് ആക്ഷേപിക്കുന്ന ഒരു മേഖലയിലാണ് ഞാൻ ഉള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ കള്ളൻ എന്ന് നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ വളരെ വിഷമത്തോടെ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ഞാൻ ചെന്നു. ഗുരു എന്ന് പറയുമ്പോൾ ആത്മീയ ഗുരുവല്ല, എന്നെ ഈ കച്ചവടം പഠിപ്പിക്കുന്ന ആൾ. അപ്പം അദ്ദേഹത്തോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, നമ്മുടെ നാട്ടിലൊരു ഗേറ്റ് ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് പോയി. അപ്പം അവരൊക്കെ പറയുന്നത് എൻ്റെ വണ്ടി അതിലെ കൂടെ പോയി, അപ്പം ഞാൻ എടുത്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അതിനെ എങ്ങനെയാണ് നേരിട്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ല, പക്ഷേ എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞു. നീ നിൻ്റെ മുഖം കണ്ണാടി നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ എന്നും കണ്ണാടിയിലൊന്നും നോക്കുന്ന ഒരാളൊന്നുമല്ല. ഞാനിങ്ങനെ തനി ആക്രിക്കാരനെ പോലെ തന്നെ ആക്രി ഇറങ്ങുന്ന ഒരാളാണ്. എൻ്റെ വസ്ത്രങ്ങളിലോ അല്ലെങ്കിൽ എൻ്റെ വേഷങ്ങളിലോ ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല, അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല. പക്ഷേ നിൻ്റെ നെറ്റിയിലൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, എന്താണെന്നൊക്കെ അറിയാമെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു, എന്താണ്? നിൻ്റെ നെറ്റിൽ എഴുതി വെച്ചിട്ടുള്ളത് കള്ളൻ എന്നാണ്. അപ്പോൾ കള്ളനെന്നോ? അതെ, കാലങ്ങളായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പലരിൽ നിന്നും പലതും അടിച്ചുകൊണ്ടും മോഷ്ടിച്ചുകൊണ്ടും ഒക്കെ പോകുന്നത് കാരണമായിട്ട് ജനങ്ങൾക്കുള്ളിൽ ആക്രിക്കാരെല്ലാം കള്ളൻ എന്നൊരു ധാരണ ഉള്ളതാണ്. അത് നമ്മുടെ നെറ്റിയിലുമുണ്ട്. അതിനെ മായ്ക്കാൻ നമുക്ക് സാധിക്കത്തില്ല. ഒരിക്കലും നീ നിൻ്റെ ശരികളെ തിരുത്താൻ പോകണ്ട, നീ ആരെയും പഠിപ്പിക്കാനും പോകണ്ട. ഇത്രമാത്രം പറയുക, നിങ്ങൾക്ക് ഞാൻ ഇതുകൊണ്ട് ശേഖരിക്കാൻ സ്ഥലത്ത് വന്ന് നോക്കിയിട്ട് നിങ്ങളുടെ വസ്തു അവിടെ ഉണ്ടെങ്കിൽ കൈയോടുകൂടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കേസ് കൊടുക്കാവുന്നതാണ്. ഇത്രമാത്രം പറയുക, തിരുത്താൻ പോകണ്ട, എടുത്തില്ല എന്നൊന്നും പറയാൻ പോകണ്ട എന്ന് പറഞ്ഞു. ഞാനൊന്നും പറയാനും പോയില്ല. അദ്ദേഹം എന്നെ നമ്പർ വാങ്ങിച്ച് വിളിച്ചിരുന്നു, ആ ഗേറ്റിൻ്റെ ഉടമസ്ഥൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറ്റം ആരോപിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ കുറ്റാരോപിതനാണ്. ശരി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അതായത് അതിലെ കൂടെ നിങ്ങളുടെ വണ്ടി പാസ് ചെയ്തു, ഏതെങ്കിലും കള്ളുകുടിയന്മാർ കള്ളു കുടിക്കാൻ വേണ്ടി എടുത്ത് കൊടുത്തതായിരിക്കും എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് ഒരു 300 രൂപയുടെ ഗേറ്റ് കൊണ്ട് എൻ്റെ ഒരു പ്രശ്നങ്ങളും തീരത്തില്ല എന്നുള്ള സത്യം അയാൾക്കും അറിയാവുന്നതുകൊണ്ടായിരിക്കും പിൽക്കാലത്ത് അദ്ദേഹം എൻ്റെ നല്ലൊരു സുഹൃത്തായിട്ട് മാറി. അപ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ആക്ഷേപങ്ങൾ ഒരുപാട് ഈ ലോകത്ത് നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും, ഒരുപാട് ഞെരുക്കങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരും. ഇതൊക്കെ നമ്മൾ നല്ലതിന് വേണ്ടി തന്നെയാണ്. ഇന്നത്തെ തെറ്റുകൾ നാളെ ശരിയായി മാറും, ഇന്നത്തെ ശരികൾ നാളെ തെറ്റായിട്ട് മാറുന്ന കാലഘട്ടം വരും. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ഇന്ന് തന്നെ ചെയ്യണം. ഇനിയിപ്പം ആദ്യമായിട്ട് ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ എന്തെങ്കിലും സംസാരിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ അധികം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും നമുക്ക് കാണാം. ഈ വീഡിയോ ഒരാളാണ് കാണുന്നതെങ്കിലും ആ ഒരാളിലേക്ക് ഈ സന്ദേശത്തെ എത്തട്ടെ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. നന്ദി.